ഹായ് ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഗോവയിലേക്ക് പോയി. വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് ഫുൾ തിരക്കായിരുന്നു. അച്ഛൻ കാറ് പാർക്ക് ചെയ്യാൻ പോയി. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നടന്നു. വൈകുന്നേരമായിരുന്നു എത്തിയത്. ഞാനും അനിയനും കടൽ തീരത്തു കൂടെ കുറേ നടന്നു. വിദേശികളൊക്കെ അവിടെ വെള്ളത്തിൽ കളിക്കുകയായിരുന്നു. മുമ്പ് പോയപ്പോൾ ഞാനും അനിയനും കുറേ കളിച്ചിരുന്നു. ഈ പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയില്ല. അച്ഛൻ കാറ് പാർക്ക് ചെയ്ത് വരാൻ നേരം വൈകിയിരുന്നു. നല്ല രസമായിരുന്നു ആ സമയത്ത് അതിലോട്ട് നടക്കാൻ. സൗത്ത് സൈഡിലെ ഗോവയിലേക്കായിരുന്നു ഞങ്ങൾ പോയത്. ഇത് കങ്കോണയാണ് ഈ സ്ഥലം. ഇവിടെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോവാറുണ്ട്. അനിയൻ കുറച്ച് തവണയേ ഇവിടെ പോയിട്ടുള്ളൂ. ഇന്നലെ അവൻ കുരുത്തക്കേടൊന്നും കളിക്കാതെ എൻ്റെ കൂടെ കുറേ നടന്നു. എല്ലാ ബീച്ചും പോയിട്ടുണ്ടെങ്കിലും ഇവിടെ വരുമ്പോൾ ഒരു വൈബാണ്. നല്ല വൃത്തിയുള്ള ബീച്ചാണ്. ഗോവ എയർപോർട്ടിൽ നിന്നും സൗത്ത് ഗോവയിലേക്ക് കുറച്ച് ദൂരമുള്ളതുകൊണ്ട് ഇന്ത്യൻസൊക്കെ പൊതുവെ കുറവാണ്. സൂര്യാസ്തമയപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. എല്ലാവരും അവിടെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു. സൺസെറ്റ് സമയത്ത് കടൽ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോഴത്തേക്ക് ഫുൾ കടകളിൽ ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമായിരുന്നു. വാലന്റൈൻസ് ഡേൻ്റെ ആഘോഷങ്ങളായിരുന്നു എല്ലാ സ്ഥലത്തും. ഇതിലേക്ക് വേണ്ടിയുള്ള വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ പല പല പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഒരു ഷോപ്പിൽ കയറി. അതൊക്കെ റിസോർട്ടും റെസ്റ്റോറൻറ്റും കൂടിയതായിരുന്നു. വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് അവിടെ കുറേ പാട്ടുകളും പ്രോഗ്രാമും ലൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന്
കണ്ടു. ഞങ്ങൾ അവിടുന്ന് ഐസ്ക്രീമൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. അവിടെ സൈഡ് സീറ്റൊക്കെ ഫുൾ ബുക്ക്ഡ് ആയിരുന്നു. അടിപൊളിയായിരുന്നു ഈ റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ മുമ്പ് പോയപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് കണ്ടിട്ടില്ല. ഇവരെല്ലാ കൊല്ലവും ഇതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഈ സീസൺ സമയത്താണ് ഇതുണ്ടാകുന്നത്. ഇന്ന് എല്ലാ സ്ഥലത്തും ഫുൾ തിരക്കായിരുന്നു. ഞങ്ങൾ വാവയും കൊണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ പോകുന്നത്. പക്ഷെ അവനൊന്നും കഴിച്ചില്ല കേട്ടോ. അവൻ പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇരുന്നു. ഒരാൾ ഗിറ്റാറും വായിച്ചൊരു ഇംഗ്ലീഷ് പാട്ട് പാടുന്നുണ്ടായിരുന്നു. വിദേശിയൊക്കെ അത് കണ്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അവരിവിടെ എൻജോയ് ചെയ്യാനായിട്ട് വരുന്നതാണ്. ഈ റെസ്റ്റോറൻറ്റ് ഒരു ഹൗസ് ബോട്ടിൻ്റെ ആകൃതിയായിരുന്നു. മരം കൊണ്ടുണ്ടാക്കിയതായിരുന്നു. ബട്ട് ഫുൾ ലൈറ്റിങ്ങും ആയിരുന്നു. ഇറങ്ങി ഫുൾ ലൈറ്റുകളൊക്കെ കണ്ടുകൊണ്ട് നടന്നു. കടകളിലൊക്കെ ഫുൾ തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ കടയിലൊന്നും കയറാൻ നിന്നില്ല. പിന്നെ ഞങ്ങൾ കുറേ നടക്കാനുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.